Accounting for partnership basic concepts. Guarantee of profit to a partner. Question number 28. NCERT exercise 9. Aman, Babita and Suresh are partners in a firm. ഇപ്പോൾ ഇവിടെ 3 പാർട്ട്നേഴ്സ് ആണ് വരുന്നത്. അമൻ, ബബിത ആൻഡ് സുരേഷ്. Their profit sharing ratio is 2:2:1. അവരുടെ profit sharing ratio എത്രയാണ്? 2:2:1. Suresh is guaranteed a minimum amount of rupees 10,000 as share of profit every year. ഈ പ്രോബ്ലത്തിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുൻപ് ചെയ്ത പ്രോബ്ലത്തിലെല്ലാം 2 പാർട്ട്നേഴ്സ് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്നു. ആ പുതിയ പാർട്ട്ണർക്ക് മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നു. എന്നാൽ ഈ പ്രോബ്ലത്തിൽ അങ്ങനെയല്ല. 3 പാർട്ട്നേഴ്സ് തമ്മിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ഒരു പാർട്ട്ണർക്ക് മറ്റു പാർട്ട്നേഴ്സ് മിനിമം എമൗണ്ട് ഗ്യാരണ്ടി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്യാരണ്ടി കൊടുക്കുന്നത് പുതിയ പാർട്ട്ണർക്കായാലും നിലവിലുള്ള പാർട്ട്ണർക്കായാലും അതിൻ്റെ പ്രൊസീജിയറെല്ലാം ഒരുപോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല. അപ്പോൾ ഇവിടെ ഈ 3 പാർട്ട്ണറിൽ ആർക്കാണ് ഇവിടെ മിനിമം എമൗണ്ട് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്? സുരേഷിനാണ്. എത്രയാണ് ഗ്യാരണ്ടീഡ് എമൗണ്ട്? 10,000. എനി ഡെഫിഷ്യൻസി ഓൺ ദാറ്റ് അക്കൗണ്ട് ഷാൽ ബി മെറ്റ് ബൈ ബബിത. അപ്പോൾ സുരേഷിന് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ മിനിമം എമൗണ്ടിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി വരാണെങ്കിൽ അത് ബെയർ ചെയ്യുന്നത് ആരാണ്? ബബിതയാണ്. അപ്പോൾ ഒരാൾ മാത്രമാണ് ഡെഫിഷ്യൻസി സഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഡെഫിഷ്യൻസി മുഴുവനായിട്ടും എടുക്കേണ്ടത് ആരിൽ നിന്നായിരിക്കണം? ബബിതയുടെ നിന്നായിരിക്കണം. അമൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കില്ല. The profits for 2 years ending 31st December 2005 and 31st December 2006 were rupees 40,000 and rupees 60,000 respectively. Prepare profit and loss appropriation account for the 2 years. അപ്പോൾ ഇവിടെ 2 വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 2 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 2005 പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ അവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എത്രയാണ്? 2005 വരുന്നത് 40,000 ആണ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. സുരേഷിൻ്റെ മിനിമം എമൗണ്ട് കിട്ടണ്ടോ എന്ന് നോക്കണം. ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ബബിതയുടെ പ്രോഫിറ്റിൽ നിന്ന് കൊടുത്തിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലമാണ്. അത് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നില്ല. 2006 പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇവിടെ കാണിച്ചു തരാം. കാരണം അതിൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2005 പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുക. അതിൽ നിങ്ങൾ എഴുതേണ്ട നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എത്രയായിരിക്കണം? 40,000 ആയിരിക്കണം. പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയറുകളെല്ലാം മുൻപ് ചെയ്ത പ്രോബ്ലത്തിലെ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ വർക്കിംഗ് നോട്ടെല്ലാം അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് 2006 അപ്പോൾ 2006 പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എത്രയാണ്? 60,000 ആണ്. ഈ പ്രോബ്ലത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെയില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, ഇതൊന്നുമില്ല. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് നോക്കാം. എത്രയാണ് റേഷ്യോ? 2:1. ഇവിടെ രാഹുൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. രാഹുലല്ല, സുരേഷ് എന്നാണ് വരുന്നത് കേട്ടോ. ഞാൻ മുൻപത്തെ പ്രോബ്ലത്തിൽ വർക്കിംഗ് നോട്ടിലൊക്കെ ചെറിയ എഡിറ്റിംഗ് നടത്തിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വർക്കിംഗ് നോട്ട് കൊടുക്കുന്നത്. അപ്പോൾ വന്നിരിക്കുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ നമുക്കിവിടെ ആക്ച്വൽ ഷെയർ ഓഫ് ഈച്ച് പാർട്ട്ണർ നോക്കാം. അമൻ 60,000 × 2/5 24,000. ബബിത 60,000 × 2/5 24,000. സുരേഷ് ഗ്യാരണ്ടീഡ് പാർട്ട്ണറാണ്. 60,000 × 1/5 12,000. അപ്പോൾ ഇവരുടെ 2:1 എന്നുള്ള റേഷ്യോ അനുസരിച്ച് 3 പേരുടെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയെന്ന് കണ്ടുപിടിച്ചു. എത്രയാണ്? 24,000 12,000. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സുരേഷിന് ഗ്യാരണ്ടീഡ് എമൗണ്ട് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കണം. നമുക്കിവിടെ നോക്കാം. സുരേഷ് ഹാസ് ബിൻ ഗിവൺ എ ഗ്യാരണ്ടി മിനിമം ഓഫ് rupees 10,000 ആസ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഗ്യാരണ്ടീഡ് എമൗണ്ട് എത്രയായിരുന്നു? 10,000 ആയിരുന്നു. ദാറ്റ് ഈസ് ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് മോർ ദാൻ ഗ്യാരണ്ടീഡ് എമൗണ്ട്. അതേസമയം ആളുടെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 12,000 ആണ്. നോടി ശ്രദ്ധിക്കാം. സുരേഷിന് കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടീഡ് എമൗണ്ട് എത്രയാണ്? 10,000 ആണ്. ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്
12,000 ആണ്. അതായത് ഇവിടെ സുരേഷിൻ്റെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഗ്യാരണ്ടീഡ് എമൗണ്ടിനേക്കാളും കൂടുതലാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഗ്യാരണ്ടീഡ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റ് എത്രയായിരിക്കും? ആളുടെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റാണ്. അതായത് ഈ പ്രോബ്ലത്തിൽ സുരേഷിൻ്റെ, അതായത് ഗ്യാരണ്ടീഡ് പാർട്ട്ണറുടെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഗ്യാരണ്ടീഡ് എമൗണ്ടിനേക്കാളും കൂടുതലാണ്. എങ്ങനെ മനസ്സിലായത്? ഗ്യാരണ്ടീഡ് എമൗണ്ട് എത്രയാണ്? 10,000 ആണ്. ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് 12,000 ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്യാരണ്ടീഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിരിക്കും? ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് തന്നെയായിരിക്കും. ഈ പ്രോബ്ലത്തിൽ എത്രയാണ് ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്? 12,000. അപ്പോൾ മുൻപ് ചെയ്ത പ്രോബ്ലത്തിലെല്ലാം ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഗ്യാരണ്ടീഡ് എമൗണ്ടിനേക്കാളും കൂടുതലായിരുന്നു. മുൻപ് ചെയ്ത പ്രോബ്ലത്തിൽ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഗ്യാരണ്ടീഡ് എമൗണ്ടിനേക്കാളും കുറവായിരുന്നു. അപ്പോൾ ആ വന്ന ഡെഫിഷ്യൻസി മറ്റു പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോബ്ലത്തിൽ ഡെഫിഷ്യൻസി ഇല്ല. കാരണം ഹിസ് ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് മോർ ദാൻ ദ ഗ്യാരണ്ടീഡ് എമൗണ്ട്. അതുകൊണ്ട് ആളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്ര തന്നെയാണ്? 12,000 ആണ്. ഹിയർ ദർ ഈസ് നോ ഡെഫിഷ്യൻസി, സോ ഹി വിൽ ഗെറ്റ് ഹിസ് ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് റുപ്പീസ് 12,000. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇവിടെ റേഷ്യോ അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് തന്നെയായിരിക്കും ഓരോരുത്തരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നുണ്ട്. എത്രയാണ്? അമൻ 24,000, ബബിത 24,000, സുരേഷ് 12,000. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അതേപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അമൻ, ബബിത, സുരേഷ്. ടോട്ടൽ എത്രയാണ്? 60,000. 2005 അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെഫിഷ്യൻസിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാരണം കൊണ്ടാണ് ഇവിടെ ചെയ്ത് കാണിക്കേണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 29 NCERT. ക്വസ്റ്റ്യൻ നമ്പർ 32 എക്സസൈസ് 32. Arun, Bobby and Chindu are partners in the firm, sharing profits in the ratio of 2:1. According to the partnership terms of the partnership agreement, Chindu has to get a minimum of rupees 60,000 irrespective of the profits of the firm. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. നിലവിൽ 3 പാർട്ട്നേഴ്സാണ് വരുന്നത്. അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 2:1 ആണ്. അതിൽ ചിണ്ടു എന്ന് പറയുന്ന പാർട്ട്ണർക്ക് മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. എത്രയാണ്? 60,000 ആണ്. എനി ഡെഫിഷ്യൻസി ടു ചിണ്ടു ഓൺ അക്കൗണ്ട് ഓഫ് സച്ച് ഗ്യാരണ്ടി ഷാൾ ബി ബോൺ ബൈ അരുൺ. എന്തെങ്കിലും ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അത് ആരാണ് സഫർ ചെയ്യേണ്ടത്? അരുൺ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഡെഫിഷ്യൻസി കൊടുക്കേണ്ടി വരുമ്പോൾ ആരുടെ പ്രോഫിറ്റിൽ നിന്ന് മാത്രം എടുത്ത് കൊടുത്താൽ മതി? അരുണിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് മാത്രം കൊടുത്താൽ മതി. ബോബിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിന് ഒരു ചേഞ്ച് ഉണ്ടായിരിക്കില്ല. Prepare profit and loss appropriation account showing distribution of profit among partners in case the profit for the year 2006 are 2,50,000 and 3,60,000. അപ്പോൾ ഇവിടെ 2006 2 പ്രോഫിറ്റ് തന്നിരിക്കുകയാണ്. അതായത് 2006 നെറ്റ് പ്രോഫിറ്റ് 2,50,000 ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്? രണ്ടാമത്തേൽ 2006 3,60,000 ആണെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? അപ്പോൾ 2006 2 അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു അസംഷൻ എടുക്കുകയാണ്. 2,50,000 ആണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രോഫിറ്റ് കിട്ടുക? 3,60,000 ആണെങ്കിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കിട്ടുക? അപ്പോൾ 2 വർഷത്തെ 2 പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കണം. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർ ദ 2006. അതിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എത്ര എഴുതണം? 2,50,000 എഴുതണം. അതിനുശേഷം 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അരുൺ എന്ന് പറയുന്ന പാർട്ട്ണറിൽ നിന്നും എടുത്തു കൊടുക്കാം. അത് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ 3,60,000 ആണെങ്കിലുള്ള അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചു. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് 3,60,000. ഇവിടെ വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെയില്ല. അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റിനെ ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കത് 3 പാർട്ട്നേഴ്സിനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 2:1. അതനുസരിച്ച് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കി നോക്കാം. അരുൺ 3,60,000 × 2/5
1,44,000. Bobby 3,60,000 into 2/5 1,44,000. Chindu guaranteed partner ആണ് 3,60,000 into 1/5 72,000. ഇനി എന്ത് ചെയ്യണം? ചിണ്ടുവിൻ്റെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റിന് ഗ്യാരണ്ടീഡ് എമൗണ്ട് ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കണമെന്ന് നോക്കി നോക്കാം. ഹിയർ ചിണ്ടു ഹാസ് ബീൻ ഗിവൺ എ ഗ്യാരണ്ടി മിനിമം ഓഫ് ₹60,000 ആസ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. അതായത് ചിണ്ടുവിൻ്റെ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് എത്രയാണ്? 60,000 ആണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏതാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്? ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അതായത് ഗ്യാരണ്ടീഡ് എമൗണ്ട് ഈസ് ലെസ് ദാൻ ഹിസ് ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഹിസ് ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഗ്യാരണ്ടീഡ് മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിരിക്കും? 72,000. അതായത് ആളുടെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് പാർട്ട്ണർക്ക് ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കേണ്ടി വരുന്നത്? ഏത് സിറ്റുവേഷനിലാണ്? ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട്. അപ്പോൾ ഇവിടെ നോക്കി നോക്കാം. ദാറ്റ് ഈസ് ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ₹72,000 ഈസ് മോർ ദാൻ ദ ഗ്യാരണ്ടീഡ് എമൗണ്ട് ഓഫ് ₹60,000. ഹിയർ ദർ ഈസ് നോ ഡെഫിഷ്യൻസി. സോ ഹി വിൽ ഗെറ്റ് ഹിസ് ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ₹72,000. അപ്പോൾ നമ്മൾ ഇതുവരെ ഗ്യാരണ്ടീഡിൻ്റെ ഒരു 6 പ്രോബ്ലമായി ചെയ്യണം. അതിൽ നിന്നും നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾ എന്താണ്? ഒരു ഗ്യാരണ്ടീഡ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ട ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്നാണ് എങ്ങനെയാണ് തീരുമാനിക്കുക? എയ്തർ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് വിച്ച് എവർ ഈസ് ഹയർ. അതായത് ഇഫ് ദ മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് ഈസ് ലെസ് ദാൻ ദ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്, he will get actual share of profit.